ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കരിമീൻ മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയാനായിട്ടാണ്. സാധാരണ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണത്. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ മപ്പാസ് എന്തോ ഫിഷ് മോളി എന്നൊക്കെ പറയും ആൾക്കാർ, അത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അറിയത്തില്ലെങ്കിലും പുള്ളി ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയൊക്കെയാണ് ചെയ്തത്. പക്ഷേ ചെയ്തപ്പോൾ വിജയിച്ചു, അതാണ് അതിലും വലിയ അത്ഭുതം. അപ്പം വെട്ടാൻ എനിക്കറിയില്ല, അമ്മയാണ് വെട്ടിത്തന്നത്. പിന്നെ അതിനകത്തോട്ട് നല്ല ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന കരിമീനിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് എന്നീ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം. ഇതൊരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഈ മീനിൽ പിടിക്കാനായിട്ടാണ് ഈ അരമണിക്കൂർ മാറ്റി വെക്കുന്നത്. ഒരു പാൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടുക, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് മുരിച്ചെടുക്കണം. സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ എടുത്തത്. അതിനകത്തോട്ട് സ്പൈസസ് ഇടണം. അതായത് ഈ കറുവാപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള തക്കോലം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചിട്ട് അതൊന്നിങ്ങനെ ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ വക സാധനങ്ങളൊക്കെ ചതച്ചതും ഇട്ട്, സവാള ഒരെണ്ണം ഇങ്ങനെ ചെറുതായിട്ട്, അതായത് ഭയങ്കര കട്ടി കുറച്ച് അരിഞ്ഞത്, അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ സാധാരണ ഈ ചിക്കൻ കറിക്കൊക്കെ വഴറ്റിയെടുക്കത്തില്ലേ, അതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴന്ന് കഴിയാൻ നേരത്ത് ഇതിനകത്തോട്ട് വേണ്ട മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി അത്യാവശ്യം വേണം. പിന്നെ ഞാൻ ആദ്യമേ സ്പൈസസ് ഇട്ട കൂട്ടത്തിൽ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും പൊടി അത്യാവശ്യം വേണ്ടി വരും, അതും ഇട്ട് കൊടുക്കണം. ഉപ്പും ആവശ്യത്തിന്. അതിന് ശേഷം അതിനകത്ത് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞത്, അതായത് ആദ്യത്തെ തേങ്ങാപ്പാൽ, രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കണം. തിളച്ച് വരാൻ നേരത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീൻ എടുത്തിടണം. അപ്പം നമുക്ക് ഉപ്പ് നോക്കിയേക്കണം, കാരണം ഈ കരിമീൻ എടുത്തിട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ ഉപ്പിട്ടേക്കണം. കാരണം നമ്മൾ ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ നേരത്ത് നമുക്ക് ഉപ്പ് പിന്നെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതിൽ കരിമീൻ ഇട്ട് അത്യാവശ്യം തിളച്ച് അത് വെന്ത ശേഷം തക്കാളി ഇടണം. ഈ തക്കാളി കുറച്ച് നേരം അതിൻ്റെ പൊക്കത്ത് കിടന്ന് ഇതൊന്ന് വാടാന്ന് വെച്ചാൽ ഒരുപാട് വാടണ്ട, കാരണം അതിൻ്റെ ഒരു പച്ച ചൊവ്വ അതിനകത്ത് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇതിനകത്ത് സാധാരണ എല്ലാവരും മല്ലിപ്പൊടി ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇടാം. എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു സത്യം. മല്ലിപ്പൊടി ശരിക്കും ഞാൻ മറന്നു പോയതാ, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മല്ലിപ്പൊടി ഇടുവാന്ന് എനിക്കത് ചിലവരിടുന്നുണ്ട്, ചിലവരിടുന്നില്ല. ഇനി ആ തക്കാളി നന്നായിട്ട് തിളച്ച്, അതായത് ഈ തിള വന്നതിന് ശേഷമാണ് ഞാൻ വേപ്പില ഇട്ടത്. വേപ്പില ഇട്ടതിന് ശേഷം ഏറ്റവും അവസാനം ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളക്കാനേ പാടുള്ളൂ, ഒരുപാട് തിളക്കരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതൊന്ന് ഇതായി വരാൻ നേരത്ത് ഓഫാക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം സംഭവം അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഇതിക്ക് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു, ടേസ്റ്റൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഞാനൊരു താറാവ് കറി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതും ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും സെറ്റായിരുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അടിപൊളി കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ ഒപ്പം ചേരും, അതായത് വെള്ളയപ്പത്തിൻ്റെ ഒപ്പം, അതേപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പം ഒക്കെ മാച്ചാണ്. ഞാനപ്പോൾ ഇത് ദിവസം രാവിലെ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിച്ചായിരുന്നു. അടിപൊളിയാണ്. ഈ കറി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.